പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഒരുപാട് അളവിന്റെ സ്ക്വയർ ഫീറ്റിന്റെ ഇതൊക്കെ പറഞ്ഞു. അത് മനസ്സിലായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലാന്, വീടിന്റെ പ്ലാനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തവരുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്ലാന് നമുക്ക് ഒരു എഞ്ചിനീയർ വരച്ചു തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് അറിയാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം അതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി അത് എന്തൊക്കെയാണ് ഒരു പ്ലാനിൽ വരിക, അളവുകൾ ഓരോന്ന് എന്തൊക്കെയാണ്, ഓരോ എഴുത്തുകൾ, ഓരോ അക്ഷരങ്ങൾ എന്തൊക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. നമുക്ക് എന്തായാലും ഒരു ചെറിയ പ്ലാൻ ആണെന്ന് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പ്ലാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന് വരുന്നത്. ഒരു ഒറ്റ ബെഡ്റൂമുള്ള ഒരു വീടിന്റെ പ്ലാൻ ആണ് കേട്ടോ. അപ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഏരിയ സിറ്റ് ഔട്ട് 290x150. ഈ എപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് വരുന്ന അളവുണ്ടല്ലോ, ഈ 290 ഇപ്പൊ ഈ കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനത്തെ ലെങ്ത് ആണ് കാണിക്കുക. ഈ പ്ലാനിന്റെ ഇങ്ങോട്ടുള്ള നീളം. അതേപോലെ ഇങ്ങോട്ടുള്ളത് 150. രണ്ടാമത് വരുന്ന അളവ് ഇങ്ങോട്ടുള്ള അളവായിട്ടായിരിക്കും കാണിക്കുക. അതെല്ലാ പ്ലാനും അതേപോലെ തന്നെയാണ് കാണിക്കുക. അപ്പോൾ ഇത് അടുത്തതായിട്ട് നമ്മൾ അതിന്റെ ലിവിങ് വരുന്നത് 290 അളവിൽ വരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയ 290x300 വരുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു കിച്ചണ് 250x200 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് 120x125 ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 250x300. 250 ഇങ്ങനത്തേലും നീളം 320. അപ്പോൾ ഫസ്റ്റ് വരുന്ന അളവ് എപ്പോഴും ഇങ്ങനത്തെ ലെങ്ത്തിലും കാണിക്കും. സെക്കൻഡ് വരുന്ന അളവ് 320 ഇങ്ങനെ ഈ ലെങ്ത്തിലും കാണിക്കും. ഇനി ഇത് ഈ D1 എന്ന് കൊടുക്കുന്നത്, ഈ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 90 സെന്റിമീറ്ററിനെ കാണിക്കുന്നതാണ് D1 എന്ന് പറയുന്നത്. D1 ഡോറുകൾ അത് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുക. ബെഡ്റൂം, കിച്ചണ്, മറ്റോ നമ്മൾ വീടിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഡോറുകൾ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുക. D1 എന്ന് പറഞ്ഞിട്ട് D2 എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിന്റെ ഡോറ് കാണിക്കുക. അത് 80 സെന്റിമീറ്ററിലേക്കാരം D2 വരിക. പിന്നെ MD മെയിൻ ഡോറിന് MD എന്ന് കൊടുക്കുന്നത്. അത് ഒരു 120, 100, 120, ചിലരൊക്കെ ഒരു 140 വരെയൊക്കെ കൊടുക്കും. വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഒരു സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞാൽ 100, 120 ആണ്. പിന്നെ വിൻഡോ 3 എന്നാണ് ഈ W3 കാണിക്കുന്നത്. വിൻഡോ 3 പറഞ്ഞാൽ 3 കള്ളിയുള്ള ജനലിന്റെ ആണ് വിൻഡോ 3. അപ്പോൾ അതൊക്കെ ഇവിടെ വിൻഡോ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ KW3 എന്ന് പറഞ്ഞാൽ കിച്ചൺ വിൻഡോ ആണ്. അത് നമുക്കൊരു 60 ഉയരത്തില് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് കിച്ചൺ വിൻഡോ വരിക. പിന്നെ വെന്റിലേഷൻ, ടോയ്ലറ്റിന്റെ വെന്റിലേഷൻ കാണിക്കുന്നതാണ് V എന്ന് പറയുന്നത്. ഇത്രയുള്ള ഒരു പ്ലാന് പഠിക്കാൻ, ഒരു പ്ലാനിനെ കുറിച്ച് ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു വലിയ പ്ലാന്, അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു അടുത്തൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലാൻ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് തന്നതാണ്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് നല്ലൊരു വലിയൊരു പ്ലാനും അതിന്റെ എലിവേഷൻ ഒക്കെ കാണിച്ചിട്ട് നമുക്കൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.